ഇനി മറ്റൊരു കാഴ്ചയിലേക്കാണ്. കിലോമീറ്ററുകൾ താണ്ടി ഒരു ഒറ്റയാൾ സമരം തിരുവനന്തപുരത്തെത്തി. അടിസ്ഥാനപരമായ നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായാണ് കൊല്ലം വേളമാനൂർ സ്വദേശി JP ഭൂമിക്കാരനെത്തിയത്. പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കാൻ പണം നൽകുന്ന രീതി ഉപേക്ഷിക്കണമെന്ന ആവശ്യമാണ് ഒറ്റയാൾ സമരം മുന്നോട്ട് വയ്ക്കുന്നത്. പുറത്തേക്കിറങ്ങിയാൽ ചായ കൂടിയില്ല. കാരണം അതിനായി ചിലവാക്കാൻ പണമുണ്ടായിരുന്നില്ല. കുടിക്കാനുള്ള വെള്ളം എപ്പോഴും കയ്യിൽ കരുതും. എന്നാൽ യാത്രകൾക്കിടയിൽ ഒരിടത്ത് പണം നൽകേണ്ടി വന്നു. 1988 നൽകിയ 1 രൂപയുടെ വില ബാക്കിയാക്കിയ ചിന്തകൾക്ക് കാലുമുളച്ചു. അങ്ങനെ നടന്ന് അയാൾ തലസ്ഥാനത്തിന്റെ സമരമുഖത്തേക്കെത്തി. കൊടിതോരണങ്ങൾക്കിടയിൽ, പല മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഒറ്റയാൾ സമരമായി. പൊതു ശൗചാലയങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയണമെന്ന ആവശ്യവുമായിട്ടാണ് കൊല്ലം പാരിപ്പള്ളി സ്വദേശി ജയപ്രകാശ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയത്. അന്ന് ചിലവായ പണം കൊണ്ടു മാത്രമല്ല, താമസിക്കുന്ന ഇടം സ്വന്തമെന്ന പോലെ കരുതണമെന്ന ഉത്തരവാദിത്വമുണ്ട്. ഭൂമിക്കാരൻ എന്ന പേരെത്തിയത് അങ്ങനെയാണ്. അത്യപൂർവമായി എവിടെയെങ്കിലും ശൗചാലയങ്ങളുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പണം കൊടുക്കണം. ശുചിത്വമില്ല, പരാതിപ്പെടാൻ പറ്റില്ല. കാരണം കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ബസ് യാത്ര സൗജന്യമാക്കി. നമുക്ക് ദരിദ്രർക്ക് റേഷൻ സൗജന്യമാണ്, വിദ്യാഭ്യാസ സൗജന്യമാണ്, ആരോഗ്യ ചികിത്സ സൗജന്യമാണ്, എല്ലാം സൗജന്യമാണ്. പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പണം കൊടുക്കണമെന്ന് ഈ വ്യവസ്ഥ എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയാൻ വയ്യ. ഈ ഒരു ചിന്ത ആരുടെ തലയിലുണ്ടായെന്ന് അറിയാൻ വയ്യ. കാലടി സർവകലാശാലയിലെ ജീവനക്കാരനായിരുന്നയാൾ ജൂലൈ മാസം 1-ാം തീയതിയാണ് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചത്. ശുദ്ധമായ കുടിവെള്ളവും പൊതു ശൗചാലയം സൗജന്യമായി ഉപയോഗിക്കാനുള്ള സംവിധാനവും ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ഒപ്പുശേഖരണത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ടായിരുന്നു. അവിടെ സർക്കാർ ആളെ വയ്ക്കണം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ന് പറയാം, ഇന്ന ആവശ്യം സാധിച്ചു വരാം. അവിടെ ശുചിത്വത്തിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ആ വ്യക്തിയോടും പറയാം, മുകളിലോട്ടും കംപ്ലയിൻറ്റ് ചെയ്യാം. അവർ ജോലി സംരക്ഷിക്കാൻ വേണ്ടി അവർ കൃത്യമായ ഉത്തരവാദിത്തോടെ ജോലി ചെയ്യും. ശുചിത്വമുള്ള പൊതു ശൗചാലയങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ഭൂമിക്കാരനും ജീവിത പങ്കാളി ശ്രീകലയും 2017 പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. അടിസ്ഥാന നീതി ലഭ്യമാകാൻ പണം നൽകില്ല എന്ന നിലപാടുമുയർത്തി ഓലത്തൊപ്പിയുമണിഞ്ഞ് ഭൂമിക്കാരൻ പോരാട്ടം തുടരുകയാണ്. അത്രമാത്രം മലിനമായ ആമയഴിഞ്ചാൻ തോട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുകയാണ്. അതിന് തൊട്ടിപ്പുറത്തു കൂടി മലിനമല്ലാത്ത ഭൂമി തേടി, നീതി തേടി ഒരു മനുഷ്യൻ ഒറ്റയാൾ പദയാത്രയായി നടന്നു നീങ്ങുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും, പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പണം വേണമെങ്കിൽ പണമില്ലാത്തവർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ലളിതമായ ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അനൂപ് എം.ആറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പദയാത്രയാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് ദൂരെ യാത്രയ്ക്ക് എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ പൊതു ശൗചാലയം ഉപയോഗിക്കേണ്ടി വരും. അതിനായി ചില്ലറ തപ്പേണ്ട അവസ്ഥ വരും. ഇനി ചില്ലറ തപ്പിപ്പിടിച്ച് അത് കൊടുത്തതിനകത്ത് കയറിയാൽ അങ്ങേയറ്റം വൃത്തിഹീനമായിരിക്കും അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് ഭൂമിക്കാരൻ JPയുടെ ഈ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിനെ ഭരണകൂടം എങ്ങനെ സമീപിക്കുമെന്ന് കൂടിയാണ് കണ്ടറിയേണ്ടതല്ലേ? ഈ വാർത്തകളിൽ നമ്മൾ പരിചയപ്പെടുന്ന ചില ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കും എന്ന് തോന്നാറുണ്ട്. ചിലപ്പോൾ ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട, കഥയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാമ്പാകാം, അല്ലെങ്കിൽ അവരുടെ ഇടപെടലാകാം. ഇവിടെ ഇയാളുടെ പേര്, നമ്മുടെ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പേര് തന്നെയാണ് ഏറ്റവും ആദ്യം ആകർഷണമായി തോന്നിയത്, ഭൂമിക്കാരൻ എന്ന പേര്. അപ്പോൾ ഭൂമിക്കാരൻ എന്ന വിലാസം സ്വന്തമായി ചേർക്കാൻ കഴിയുന്നു, വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതുണ്ട്. ആ പേരിലെ കൗതുകമാണ് ആദ്യം ആകർഷിച്ചത്. പിന്നീട് ഉറപ്പായും ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു ആശയം ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന ആശയം, ആ ആശയത്തിൻ്റെ ബലവും കൂടി ആ ബന്ധം അല്ലെങ്കിൽ മനസ്സിലേക്ക് തങ്ങി നിൽക്കാനുള്ള കാരണമായിട്ടുണ്ട്. ഇവിടെ ആദ്യം കാണുമ്പോൾ JP ഭൂമിക്കാരൻ എന്നോട് പറഞ്ഞത്, ഞാൻ വളരെ വേഗത്തിലാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി എത്തുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പറയാൻ, ഈ കഥയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞത്, എത്ര വേഗത്തിൽ സംസാരിച്ചാലും ഇനിയിപ്പോൾ എത്ര വേഗത്തിലാകട്ടെ, അല്ലെങ്കിൽ ഈ സംസാരിക്കുമ്പോഴുള്ള താളമാകട്ടെ, ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകളാകട്ടെ, എന്തുമാകട്ടെ, പറയുന്ന ആശയം അത്രമാത്രം ശക്തമായതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളൊക്കെ ചിന്തിക്കാതെ ഈ ചിലവാക്കുന്ന പണം, എന്നോട് ചോദിച്ചത്, JP ഭൂമിക്കാരൻ ചോദിച്ചത്,
പാവങ്ങൾ എന്ത് ചെയ്യും? കാരണം വെള്ളം കുടിക്കാൻ പോലും പൈസ മാറ്റി വെക്കാതെ വെള്ളം കയ്യിൽ കരുതി ജീവിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രമേഹ രോഗം ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഈ ശൗചാലയ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അവരൊക്കെ നിരന്തരം പൈസ കൊടുത്തുകൊണ്ടിരിക്കും ഒരു യാത്ര പോകുമ്പോൾ എന്ന ചോദ്യം പ്രസക്തമാണ്. പ്രാഥമിക കാര്യങ്ങൾ എന്നാണ് നമ്മൾ നമ്മുടെ ഈ കാര്യങ്ങളെ പറയുക. ആ പ്രാഥമിക കാര്യങ്ങൾ പോലും പൈസയിൽ അധിഷ്ഠിതമായി പോയാൽ പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന ലളിതമായ ചോദ്യം ചോദിക്കുന്നു. അത് തന്നെയാണ് സ്റ്റോറിയിൽ പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ ഈ ആശയത്തിന് വേണ്ടി വർഷങ്ങളായി ഇങ്ങനെ പോരാട്ടവുമായി പദയാത്രയുമായി നടക്കുകയാണ്. ഒരുപക്ഷെ അധികാരികൾ കേൾക്കേണ്ട ആവശ്യം തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നതും പറയാനുള്ളതും. കാരണം പ്രാഥമിക കാര്യമാണ്. അത് പ്രാഥമിക കാര്യം അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി നീതിയോടുകൂടി ഈ പണപ്പിരിവൊന്നുമില്ല നടപ്പിലാക്കണമെന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ജീവിതത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ശ്രീകലയെ കൂടി നമ്മൾ കണ്ടിരുന്നു. അവർക്കൊക്കെ വലിയ സന്തോഷമാണ് ഈ കാര്യങ്ങൾ പറയാനും ഇതിനു വേണ്ടി നിൽക്കാനും ഒക്കെ. ജീവിതത്തിൽ ഇവർ രണ്ടുപേരും ജീവിതത്തിൽ അനുകരണീയമായ പല കാര്യങ്ങളുമുണ്ട്. പാരിപ്പള്ളിയിലാണ് വീട്. ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ ഉള്ള സ്റ്റോറികളിൽ കഥകളിൽ അത് ഉൾപ്പെടുത്താം എന്നുള്ള വിശ്വാസവും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു യജ്ഞം ഈ ഒരു അവരെ കുറിച്ച് പറഞ്ഞു പോകാനാണെങ്കിലുണ്ട്. തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള നിരവധി പോരാട്ടങ്ങൾ അക്കൂട്ടത്തിൽ ഒന്നു മാത്രമാണ് ഇത് എന്ന് എടുത്തു പറയാം. എന്തായാലും അതിനെ ഭരണകൂടം കൃത്യമായ ആ ഒരു ആവശ്യം മനസ്സിലാക്കി തന്നെ സമീപിക്കട്ടെ. പേരിലും നിലപാടുകളിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ വ്യത്യസ്തനാണ് ഭൂമിക്കാരൻ JP. ആ ഒരു പോരാട്ടം വിജയിക്കട്ടെ.